നമ്മളൊക്കെ പലവിധ ആവശ്യങ്ങൾക്കായിട്ട് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ പോകുന്നവരാണ്. പിന്നെ നമുക്കെല്ലാം അവിടെ ഒരു ബോർഡ് ചിലപ്പോഴൊക്കെ കണ്ടെന്ന് വരാം. അതായത് പാദരക്ഷകൾ പുറത്തിട്ടിട്ട് അകത്ത് കയറിയാൽ മതിയെന്ന്, ചെരുപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് ഊരിയിട്ടിട്ട് അകത്ത് കയറിയാൽ മതിയെന്ന്. പിന്നെ നമ്മളിത് വായിച്ചിട്ട് ചെരുപ്പുകളൊക്കെ ഊരി പുറത്തിട്ടിട്ടായിരിക്കും നമ്മൾ അകത്ത് കയറുന്നത്. ചില സമയത്ത് ചിലർ ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് നമ്മൾ ഈ പോസ്റ്റുകളും കുറേ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ചെരുപ്പ് ഊരിയിട്ടിട്ട് അകത്ത് കയറണോ, ചെരുപ്പ് ഊരാതെ അകത്ത് കയറാമോ എന്ന്. അത് എന്താണ് അതിൻ്റെ ഒരു നിയമവശം എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പാദരക്ഷകൾ പുറത്തിട്ടിട്ട് അകത്ത് കയറിയാൽ മതി എന്ന് പറയുന്ന ഈ സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, ഒരിക്കലും സർക്കാർ ആ അധികാരികളോട് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു സർക്കുലറിലും ചെരുപ്പ് ഊരിയിട്ട്, അതായത് ആൾക്കാർ അവിടെ സേവനത്തിനായിട്ട് വരുന്ന ആൾക്കാർ ചെരുപ്പ് ഊരിയിട്ട് അകത്ത് കയറണമെന്ന് സർക്കാരിൻ്റെ ഒരു സർക്കുലറിലും പറയുന്നില്ല. അത് അവിടെ ഉള്ള ഉദ്യോഗസ്ഥരുടെ മാത്രം ഒരു നോട്ടീസാണത്. അതിനെ നമ്മൾ ആരും നോക്കേണ്ട കാര്യമില്ല. അങ്ങനെ നിങ്ങളെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വന്നാൽ ചെരുപ്പ് ഊരിയിട്ട് അകത്ത് കയറിയാൽ മതി എന്നൊരു ബോർഡ് അവിടെ കണ്ട് നിങ്ങളത് കണ്ടില്ലേ, നിങ്ങളെന്താ അതനുസരിക്കാത്തതെന്ന് ചോദിച്ചാൽ നിങ്ങളത് ചോദിക്കണം. അങ്ങനെയുള്ള ഓർഡറുള്ള സർക്കാരിൻ്റെ സർക്കുലർ എവിടെ, ആ ഓർഡർ ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുക. ചോദിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ അങ്ങനെ ഒരു ഓർഡർ കാണിക്കാൻ പറഞ്ഞ് അവർ കാണിച്ചാൽ മാത്രം ഞങ്ങളതുപോലെ അനുസരിക്കാമെന്ന് പറയുക. പിന്നെ ഒരു കാര്യമുണ്ട്, ഓപ്പറേഷൻ തിയേറ്ററുകൾ, അതുപോലെ തന്നെ പള്ളി, അമ്പലങ്ങൾ, മോസ്ക്, അതുപോലെ ചർച്ച്, ഇങ്ങനെയൊക്കെയുള്ള പവിത്രമായിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കയറുമ്പോൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ചെരുപ്പ് ഊരുക. എന്തായാലും സർക്കാർ സേവനമായിട്ട് ബന്ധപ്പെട്ട ഒരു സർക്കാർ ഓഫീസിൽ വന്നാൽ ഒരിക്കലും ചെരുപ്പ് ഊരുക എന്നുള്ള സർക്കുലർ ഒരിക്കലും എവിടെയും ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുക.